ഹായ് നമസ്കാരം. ജോർജിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺനെറ്റ്. മനോഹരമായ ജോർജിയൻ നഗരത്തിലൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. കൊക്കാസിസ് മലനിരകളിലുള്ള മനോഹരമായ ജോർജിയൻ രാജ്യം. ഫലാഫിൽ 8 ബോൾ 8 ജെല്ല്, അമ്മോസ് 10 ജെല്ല്. ജോർജിയൻ്റെ ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ സിറ്റിയിൽ നിന്നെല്ലാം വിട്ട് വെളിയിൽ കുറച്ചും കൂടി ഉള്ളോട്ടുള്ളൊരു ഭാഗം. ടാക്സി ഉണ്ടോ അവിടെ? ലോക്കാണല്ലോ. ആ लॉक है? लॉक नहीं ऑपरेटिंग. പണിയെടുത്ത് പോയി കിട്ടാൻ കണ്ടില്ല. ബാക്കിയാർക്കൊന്നും ഗ്രില്ല് വെച്ചിട്ടില്ല വീട്ടിലൊക്കെ. അല്ലേ? എല്ലാം നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടേ അല്ലേ? വിളിക്കുന്നുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. പാമ്പല്ല മുന്തിരികളുടെ നാടാണ് ജോർജിയ. അസർബൈജാൻ ഓൾസോ. അസർബൈജാൻ ആൻഡ് ജോർജിയ, അർമേനിയ. ये बोल रहे हैं ना, ये तो अच्छा है, तो उसको क्या हो? ये वही ना. ഓൾഡ് മാർക്കറ്റിലെ ഉള്ള ഒരു സ്ഥലത്താണിത്. മിസ്കറ്റ എന്ന് പറഞ്ഞ ഈ സ്ഥലം പഴയ പട്ടണമാണ്. ഇതിനോട് ചേർന്നിട്ടുള്ള നല്ലൊരു ചർച്ചുണ്ട്. ജോർജിയയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് ചർച്ചാണിത്. നൂറ്റാണ്ടുകളായി ജോർജിയ ഭരിച്ച രാജാക്കന്മാരുടെ അടക്കം ചെയ്ത ഒരു പള്ളിയും കൂടിയാണ് ഈ പള്ളി. ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അകത്ത് പോയിട്ട് കൂടുതൽ വിശദമായിട്ട് പറയാം. ജോർജിയൻ പുണ്യാത്മാക്കളുടെ ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിലൊരു കഥയുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഘട്ടം 1-ാം നൂറ്റാണ്ട് ജോർജിയയിലെ മിസ്കേറ്റയിൽ നിന്നും ഏലിയാസ് എന്ന പേരുള്ള ഒരു യഹൂദ വംശജൻ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണ കാലഘട്ടത്തിൽ ജെറുസലേമിലുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ മരണശേഷം ഏലിയാസ് ഗോൽഗോഥ മലയിൽ നിന്നും യേശു ക്രിസ്തു ധരിച്ചിരുന്ന മേലങ്കി ഒരു റോമൻ സോൾജിയറിൽ നിന്നും വാങ്ങി. ക്രിസ്തുവിന്റെ മേലങ്കിയുമായി ജന്മനഗരത്തിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തെ സഹോദരി സിഡോണിയ കണ്ടുമുട്ടി. വിശുദ്ധമായ ആ തിരുവസ്ത്രം സൃഷ്ടിച്ച വികാരങ്ങളിൽ സഹോദരി സിഡോണിയ ഉടൻ തന്നെ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അവളുടെ മൃതമായ കൈകളിൽ നിന്നും മേലങ്കി മാറ്റാൻ സാധിക്കാത്തതിനാൽ അവളെ മേലങ്കിയോട് കൂടി അടക്കം ചെയ്തു. പിന്നീട് അവളെ സംസ്കരിച്ച കുഴിയിൽ നിന്നും ഒരു വലിയ ദേവദാരു മരം വളർന്നു വരികയും ചെയ്തു. തുടർന്ന് പള്ളി പണിയുന്നതിനായി ദേവദാരു വെട്ടിക്കളയുവാൻ ഉത്തരവിട്ടു. പള്ളിയുടെ അടിത്തറയ്ക്കായി അതിൽ നിന്നും 7 നിരകൾ ഉണ്ടാക്കി. എന്നിരുന്നാലും 7ാമത്തെ നിരയ്ക്ക് അമാനുഷിക ഗുണങ്ങളുണ്ടായിരുന്നു. അത് സ്വയം വായുവിലേക്ക് ഉയർന്നു.
വിശുദ്ധ നീനോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അത് ഭൂമിയിലേക്ക് മടങ്ങിയത്. വിശ്വാസപ്രകാരം 7ാം നിരയിൽ നിന്ന് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്ന ഒരു പവിത്രമായ ദ്രാവകം ഒഴുകുന്നുവെന്ന് ചരിത്രം പറയപ്പെടുന്നു. അങ്ങനെ ജീവൻ നൽകുന്നത് എന്നർത്ഥമാക്കുന്ന ഷ്കൊവേലി എന്ന് ആ കത്തീഡ്രലിന് പേര് ലഭിക്കുന്നു. ഇവിടെ മണ്ണാർപ്പെട്ടിലിട്ട പൈസയാണത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോരോ നമ്മുടെ നാട്ടിലെ പൈസ മാത്രം ഉണ്ടാവില്ല, ഇത് ഓരോ രാജ്യത്തിൻ്റെ കറൻസികൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ UAE 10 ദിർഹംസാണ് കാണുന്നത്. ഇന്ത്യൻ 500 രൂപ ഉണ്ട്. നമ്മൾ ചർച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ മുമ്പിലുള്ള കടകളിലേക്ക് വന്നു. ഇവിടെ ഇഷ്ടംപോലെ സൗകര്യവും അതുപോലെ തന്നെ സ്വീറ്റ്സൊക്കെ വെക്കുന്ന കടകളുണ്ട്. അതൊക്കെ നമ്മൾ സ്വീറ്റ്സും അതുപോലെ തന്നെ കുറച്ച് സൗകര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ഉള്ളത്. It's all no sugar. Outside. Yeah, inside it's all good. It's outside. No, this is honey. This is traditional grape. This one. ഇത് നെയ്യിൽ അതിന് കുടിക്കും. Anything else? This is 5 and 5. Yeah. എനിക്കതുകൊണ്ട് Traditional. മധുരമാണോ? ഇതൊന്നും മധുരമില്ല. ഇതൊരു ട്രഡീഷണൽ ആകും. അതിനെത്ര പൈസ? വാട്ട് ഇസ് ദിസ് ഇൻസൈഡ്? Hazelnut. അസലിനാണ്. എല്ലാം അസലിനാട്ടോ. ഹൗ മച്ച് എത്ര പറഞ്ഞേ? 5. അതില്ല. Anything else? നീ ഇതോടെ വെച്ചാൽ മറ്റേതാണ്. നിങ്ങൾ വാങ്ങിയില്ല? ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ ജോർജിയയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സാണ് കംപ്ലീറ്റ്. ഏറ്റവും കൂടെ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് നിങ്ങൾ ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു, കുറച്ച് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഇത് ഇപ്പം കാണുമ്പോൾ നമ്മൾ അലക്കിയിട്ടത് പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? ഇത് അലക്കിയിട്ടതല്ല സംഭവം, ഇതൊരു മാർക്കറ്റാണ്. സൺറൈസ് റെയിൻബോ. തൽക്കാലം ഇവിടെ നിന്ന് പുതിയൊരു വീഡിയോയുമായി ജോർജിയിൽ നിന്ന് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.